സീറോ മലബാർ മെത്രാൻ സിനഡ് എറണാകുളത്തിന് പുതിയ ഇടയനെക്കുറിച്ച് ചിന്തിക്കുന്നുവെന്നാണ് പരസ്യമായ അരമന രഹസ്യം. നന്നായി ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പൊള്ളും, സിനഡിന് പൊള്ളും. ഇത് പറയുന്നത് നിങ്ങൾ വിലക്കെടുത്ത നിങ്ങളുടെ കൂലിപ്പട്ടാളമല്ല, എറണാകുളത്തെ ചുണക്കുട്ടന്മാരാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പാണ് ഇത്. മുൻ സഹായ മെത്രാന്മാരെ തിരിച്ച് എറണാകുളത്ത് കൊണ്ടുവരാനുള്ള നീക്കം അണിയറയിൽ സജീവമാണ് എന്ന് അറിയുന്നു. അവർ വരുന്നതിൽ ഒരു കുഴപ്പവും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ അതിരൂപത അതിനിർണായകമായ ഘട്ടത്തിൽ കൂടി കടന്നുപോയപ്പോൾ, വേദനയുടെ തീച്ചൂളയിൽ വെന്തെരിഞ്ഞപ്പോൾ, സുരക്ഷിത മേഖലകളിൽ കസേര ഉറപ്പിച്ച് എറണാകുളത്തെ വൈദികരെയും സന്യസ്തരെയും ദൈവജനത്തെയും ചേർത്ത് പിടിക്കേണ്ടതിന് പകരം തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്തവരെ വീണ്ടും സഹായ മെത്രാനായോ സ്വീകരിക്കാൻ ഇവിടത്തെ ദൈവജനം തയ്യാറല്ല എന്ന് ശക്തമായ ഭാഷയിൽ അറിയിക്കുന്നതോടൊപ്പം, നിങ്ങളുടെ വിരൽത്തുമ്പിൽ ആടിക്കളിക്കുന്ന നട്ടലിന് ബലമില്ലാത്ത ഒരുവനെ ഇവിടെ എറണാകുളത്തിന് ആവശ്യമില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി പിതാവ് മേജർ വികാരി ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹായമെത്രാനായി നിലവിൽ മറ്റൊരു രൂപതയിൽ സഹായമെത്രാനായ ഒരു മുൻ മെത്രാനെ എറണാകുളത്ത് പുനഃപ്രതിഷ്ഠിക്കാനുള്ള നീക്കവും നടക്കുന്നതായിട്ട് അറിയുന്നു. എറണാകുളത്തിന് ഒരിക്കലും ഒരു പ്രയോജനവും ചെയ്യാത്ത, എഴുതുമ്പോൾ എറണാകുളത്തിന് വേണ്ടി എഴുതുകയും രഹസ്യമായി മറുകണ്ഠം പ്രവർത്തിക്കുകയും ചെയ്യുന്ന, വിശ്രമ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു മെത്രാൻ അതിനുള്ള ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കേട്ടുകേൾവി. അത്തരം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും തിരിച്ചറിയാനുള്ള കഴിവ് എറണാകുളത്തിന്റെ സ്വന്തം മക്കൾ ആർക്കും പണയം വെച്ചിട്ടില്ല. വൈദികരുടെയും സന്യസ്തരുടെയും വിശ്വാസികളുടെയും അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ട് ഇവിടുത്തെ ഒരു വൈദികനെ പുതിയ മെത്രാനായി വാഴിക്കുകയല്ലാതെ മറ്റൊന്നും ഇവിടെ വില പോവുകയില്ല. അല്ലാത്തതുള്ളതെല്ലാം തന്നെ നിലവിലുള്ള സമവായങ്ങളും സമാധാന ശ്രമങ്ങളും അട്ടിമറിക്കപ്പെടുന്നതിന് തുല്യമാവും എന്നറിഞ്ഞുകൊള്ളുക. സഭയുടെ, വിശിഷ്യ അതിരൂപതയുടെ കെട്ടുറപ്പിനെ നശിപ്പിക്കലാവരുത് സിനഡിന്റെ ലക്ഷ്യം. സഭ കർത്താവിൻ്റെതാണ്, അതിനാൽ തന്നെ അത് ദൈവജനത്തിൻ്റെതാണ്. അതുകൊണ്ട് തെക്ക് വടക്ക് ലോബികൾ ഇനിയും വേണ്ട മെത്രാന്മാരെ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നൊരാൾ ബിഷപ്പായിട്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ജനസംഖ്യ ആനുപാതികമായി എറണാകുളത്ത് നിന്ന് ബിഷപ്പുമാർ ഉണ്ടാവണം. പഞ്ചാബിൽ ഒരു രൂപത അനുവദിക്കുമ്പോൾ നിലവിൽ അവിടെ സഹായ മെത്രാനായ പുത്തൻ വീട്ടിൽ പിതാവിനെ മെത്രാനാക്കണം. ഞങ്ങൾ പണം മുടക്കി ഞങ്ങൾ പണിതുയർത്തിയ ഡൽഹി ഫരീദാബാദ് രൂപതയിലുള്ള എറണാകുളത്തു നിന്നുള്ള മെത്രാന്മാർ തന്നെ ഉണ്ടാകണം. കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയുടെ അഭിലാഷമായ സിനഡ് ഓൺ സിൻഡാലിറ്റിയുടെ അന്തിമ രേഖയുടെ വെളിച്ചത്തിൽ തുറന്ന മനസ്സോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സീറോ മെത്രാന്മാർ തയ്യാറാവണം. നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവാണ് എന്നുള്ളത് ദൈവജനത്തെ മാത്രമല്ല പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ട ധാർമ്മികത, ഉത്തരവാദിത്തം ഇപ്പോൾ നിങ്ങൾക്കുണ്ട് മെത്രാന്മാരെ. നിങ്ങളിപ്പോൾ കർത്താവിനോടൊപ്പമല്ല നീങ്ങുന്നത്. അതിനാൽ തന്നെ നിങ്ങളിൽ അവൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിർജീവമാണ്. ദൈവജനം നിങ്ങളെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ തന്നെ നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഉണർന്ന് പ്രവർത്തിക്കുക. കർത്താവിനോടൊപ്പം അവൻ്റെ ആത്മാവിനോടും ചേർന്ന് അവൻ്റെ ജനത്തിൻ്റെ ആത്മീയ ഉത്കർഷത്തിനായി പ്രവർത്തിക്കുക എന്ന് മാത്രം പറയുന്നു. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇനിയും ദുരാത്മാവിനോട് ചേർന്ന് നിങ്ങൾ പ്രവർത്തിച്ചാൽ ജനം നിങ്ങളെ വഴിയിൽ കൈകാര്യം ചെയ്യുന്ന കാലം വിദൂരമല്ല എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ഇത് ഓരോ വിശ്വാസികളും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. മെത്രാന്മാർ തിരിച്ചറിയുക.